God proved what was love. ദൈവം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി എന്താണ് യഥാർത്ഥ സ്നേഹം. For God so loved the world ലോകത്തെ ദൈവം അത്യധികം സ്നേഹിച്ചു, that he gave his only begotten son. തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്ത് തന്ന് സ്നേഹം എന്താണെന്ന് ലോകത്തോട് വെളിപ്പെടുത്തി. And that love, ആ സ്നേഹം today, ഇന്ന് പകൽ is poured into our hearts by the Holy Spirit. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ പകരപ്പെട്ടിരിക്കുകയത്രേ. That is why അതുകൊണ്ടാണ് when you grow spiritually, നിങ്ങൾ ആത്മീയമായി വളരുമ്പോൾ, which you can grow only through Jesus, the word of the Holy Spirit, help of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ യേശുവിൽ ദൈവവചനത്തിലൂടെ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ വളരുവാൻ കഴിയൂ. the more you grow, നിങ്ങൾ എത്രത്തോളം വളരുന്നോ, you are not interested in recognition. നിങ്ങൾ മറ്റുള്ളവരുടെ പരിഗണന ലഭിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമേ You are ഇല്ലാതെ not interested what you are getting. നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാതെയാകും. You are interested നിങ്ങൾ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ താല്പര്യം കാണൂ. what more I can do for Jesus. ഞാൻ യേശു കർത്താവിന് വേണ്ടി കൂടുതൽ ഇനി എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ചിന്തയെ The കാണുന്നു. moment your attitude changes, നിങ്ങളുടെ മനോഭാവം മാറുന്ന സമയം Jesus says, യേശു പറയുന്നു, I will reveal myself to you. ഞാൻ എന്നെ തന്നെ നിനക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരും. Why should I reveal? എന്തുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തണം? Because you will not misuse it. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അതിനെ ദുരുപയോഗം ചെയ്യില്ല. You will not sell it. നിങ്ങൾ അതിനെ വിൽക്കില്ല. You will see and serve others with it. നിങ്ങൾ മറ്റുള്ളവരുടെ പ്രയോജനം വിചാരിച്ച് നിങ്ങൾ അത് ശുശ്രൂഷ ചെയ്യും. Hallelujah. ഹല്ലേലൂയ.